നമസ്കാരം. നമ്മുടെ യുദ്ധം കാരണം ക്രൂഡ് എന്നുള്ള ഒരു ആവശ്യകത ഇതാണ് മാർക്കറ്റിനെ ഇത്രയും രീതിയിൽ വലിയ ഫോളിലേക്ക് കൊണ്ടുപോയത്. അതായത് മാർക്കറ്റ് ഏകദേശം യുദ്ധം തുടങ്ങിയതിന് ശേഷം 9% ഫോളായി. അപ്പോൾ ഇപ്പോഴും മാർക്കറ്റ് ഒരു ക്രാഷ് ഒന്നും ആയിട്ടില്ല. ഇപ്പം തന്നെ ഒരുപാട് പേരുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. ഇന്ന് FIS മാർക്കറ്റിൽ ഏകദേശം 10,716 കോടിയുടെ സെല്ലിംഗ് FIS നടത്തി. മാർച്ച് മാസം മാത്രം 40,000 കോടി മുകളിൽ അവർ സെല്ലേഴ്സ് ആയിരുന്നു. മാർക്കറ്റ് ഇന്ന് വലിയ രീതിയിൽ മാർക്കറ്റിൽ ബ്ലഡ് ബാത്ത് കണ്ടു. ഏകദേശം 2% നിഫ്റ്റി ഇന്ന് ഡൗൺ ആയിരുന്നു. പാനിക് സെല്ലിംഗ് തന്നെയാണ് മെയിൻ കാരണം. നമുക്ക് യുദ്ധം തുടങ്ങിയ ശേഷം നോക്കുകയാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും മാർക്കറ്റ് വലിയ രീതിയിൽ നമുക്ക് ഫെബ്രുവരി ലാസ്റ്റ് വെള്ളിയാഴ്ച മാർക്കറ്റ് ഏകദേശം 1.25% ഇടിഞ്ഞു. മാർച്ചിലത്തെ ഫസ്റ്റ് ഫ്രൈഡേ ഇതേമാതിരി തന്നെ മാർക്കറ്റ് 1.27% ഇടിഞ്ഞു. ഇന്നും മാർക്കറ്റ് 2.2%, ഏകദേശം 500 പോയിന്റ് നിഫ്റ്റിയും സെൻസെക്സ് 1500 പോയിന്റും ഡൗൺ ആയി. അപ്പോൾ നമുക്കൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ശനി ഞായർ മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നോക്കുകയാണെങ്കിൽ ഈ US അതുമാതിരി തന്നെ ഇസ്രായേൽ, ഇറാൻ ഇതെല്ലാം പ്രശ്നങ്ങളും കൂടുതലും ഉണ്ടാവാറുള്ള വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ്. പിന്നെ ഡോളറിനെ എഗൻസ്റ്റ് ഇന്ത്യൻ ഇത് വരുന്നത് 92.45 ഓൾ ടൈം ഹൈയിലെത്തി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം റുപ്പിയുടെ മൂല്യം ഇടിഞ്ഞു, ഇക്വിറ്റി മാർക്കറ്റ് ഇടിഞ്ഞു. അതുമാതിരി തന്നെ ഈവൺ നമ്മുടെ ഗോൾഡും സിൽവറും ഈ പ്രാവശ്യത്തെ വാറിൽ ഡൗൺ ആയി. സാധാരണ നമുക്ക് എപ്പോഴും കാണാറുള്ളതാണ് വാർ വരുമ്പോൾ ഇക്വിറ്റി താഴെ പോവും, ഗോൾഡ് കയറി പോവും. പക്ഷെ ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്താണ്? US ഡോളറിൻ്റെ ആധിപത്യം തന്നെയാണ്. സാധാരണ നമുക്ക് യുദ്ധം വരുമ്പോൾ എപ്പോഴും മാർക്കറ്റിൽ നമ്മളെപ്പോഴും പോർട്ട്ഫോളിയോ നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? മാർക്കറ്റിൽ നോക്കാൻ കാണാം ഫാർമ സെക്ടർ, FMCG സെക്ടർ, IT സെക്ടർ, റിന്യൂവബിൾ എനർജി ഈ സെക്ടറിനൊക്കെ ഈ സമയത്ത് അപ്പാവാനുള്ള ഒരു പോസിബിലിറ്റീസ് കൂടുതലാണ്. കാരണം FMCG സെക്ടർ ആർക്കും ഒഴിച്ചുവിടാൻ പറ്റുന്ന സംഭവമാണ്. കൂടാതെ IT സെക്ടറിൽ ഒരു മെയിൻ പോസിറ്റീവ്സ് എന്താ വെച്ചാൽ ഡോളറിൻ്റെ വില കൂടുന്നത് ഇവർക്ക് IT കൂടുതലും ഡോളറുമായിട്ടാണ് അവരുടെ എല്ലാ ഡീലിങ്സും വരുന്നത്. അത് അവർക്ക് ഗുണകരമാകും. പിന്നെ ബദൽ മാർഗം എന്ന രീതിയിൽ ആളുകൾ റിന്യൂവബിൾ എനർജി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പ്രസ്റ്റീജൊക്കെ മാർക്കറ്റിൽ നമുക്ക് അറിയപ്പെടുന്ന സ്റ്റോക്കാണ്. എത്രത്തോളം അതിന് ഡിമാൻഡ് കൂടി. കേരളത്തിൽ മാത്രം നമുക്ക് ഇൻഡക്ഷൻ കുക്കർ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ കടകളിലോ ഷോപ്പിംഗ് മാളുകളിലോ ഈ മൈജി, ഓക്സിൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും കിട്ടാനില്ല. വേൾഡ് മൊത്തം എല്ലാവരും ഇൻഡക്ഷൻ കുക്കറിനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് മാത്രം ഗ്യാസ് ഏകദേശം 2 ലക്ഷം ആളുകൾ ഇന്ന് ബുക്കിംഗ് ഇന്ന് മാത്രം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ക്രൂഡിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ എൻറ്റയർലി ബാധിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. മാത്രമല്ല ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേറ്റ് ഉണ്ടായിട്ടുള്ളത് ഈ വരും ദിവസങ്ങളിൽ ഇറാനെ കൂടുതൽ ആക്രമിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൽ ഒരു ശുഭ വാർത്തയും ഇല്ല. മാർക്കറ്റ് നിങ്ങൾ വാച്ച് ചെയ്യുക. നമ്മൾ ബൈ ദ ഡിപ്പാണെന്ന് കരുതി എല്ലാ ഡിപ്പിലും വാങ്ങി കൂട്ടി കഴിഞ്ഞാൽ നല്ലൊരു ഡിപ്പ് വരുമ്പോഴോ നല്ലൊരു ക്രാഷ് വരുമ്പോഴോ നമ്മുടെ കയ്യിൽ വാങ്ങാൻ പൈസ ഇല്ലാത്ത ഒരു അവസ്ഥ വരും. ഇപ്പോൾ ഇതിൽ ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ പറയാം. ഞാൻ കേട്ടതും വാർത്തകളും ഒക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. ഏകദേശം ഈ വാർ, അതായത് ഇറാൻ, ഇസ്രായേൽ, US ഈ വാർ തുടങ്ങിയ ശേഷം ഏകദേശം 800 ഡ്രോൺ ആണ് US നിർവീര്യമാക്കിയിട്ടുള്ളത്. അതിലേറ്റവും രസകരമായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഒരു ഡ്രോൺ ഉണ്ടാക്കാൻ, ഇപ്പോൾ ഇറാൻ്റെ കേസ് എടുക്കാച്ചാൽ ഒരു ഡ്രോൺ ഉണ്ടാക്കാൻ ആകെ ചിലവ് വരുന്നത് $20,000. പക്ഷേ ഈ ഒരു ഡ്രോൺ നിർവീര്യമാക്കാൻ വരുന്ന ചിലവ് $15 ലക്ഷം. അപ്പോൾ സാമ്പത്തികമായിട്ട് ഡെഫിനറ്റ്ലി ഈ പറയുന്നത് US വലിയ ഒരു ബാധ്യത തന്നെയാണ്. കാരണം ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏകദേശം 400 ഡ്രോൺ മാത്രമാണ് ഈ ഇത്രയും കൊല്ലങ്ങൾ നീണ്ടു നിന്ന യുദ്ധത്തിൽ ഉപയോഗിച്ചത്. ഇവിടെ വാർ തുടങ്ങി കുറച്ച് ദിവസങ്ങളിൽ മാത്രം 800 ഡ്രോൺ നമ്മുടെ ഇറാൻ നിക്ഷേപിച്ചു. അപ്പോൾ അതിന് 800 നിർവീര്യമാക്കിയതിൻ്റെ ഒരു ചിലവാണ് പറയുന്നത് 800 × $15 ലക്ഷം. അത് ഇറാൻ ഉണ്ടാക്കാൻ വരുന്ന ആകെ തുക വെറും $20,000. അപ്പോൾ അതിപ്പോഴും ഈ യുദ്ധം ഒരു രാജ്യങ്ങൾക്ക് യുദ്ധം നല്ലല്ല എന്ന് പറയേണ്ട ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ഒരു കാര്യം.
പിന്നെ മാത്രമല്ല ട്രംപ് വിചാരിച്ച മാതിരി യുദ്ധം കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതും യുദ്ധം അവസാനിപ്പിക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു വാർത്തയും കൂടി വന്നിരുന്നു. ഇസ്രായേൽ ഇറാനെ ഈ എണ്ണപ്പാടങ്ങളും അതുപോലെ ക്രൂഡുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യണത് അമേരിക്കയ്ക്ക് ഡെഫിനറ്റ്ലി ക്രൂഡ് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ബാധ്യത വരാനുള്ള ചാൻസും, മാത്രമല്ല ക്രൂഡ് കൂടുതലും ഈ അവരുടെ വിനിമയം നടക്കുന്നത് ഡോളറിലാണ്. ഡെഫിനറ്റ്ലി അതെന്തായാലും ബാധിക്കും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഹോട്ടൽസ് ഏകദേശം 30% ഹോട്ടൽസ് ഗ്യാസിൻ്റെ ലഭ്യത കുറവ് മൂലം അടയ്ക്കുകയാണെന്നുള്ള ന്യൂസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം വലിയ രീതിയിൽ ഒരു നെഗറ്റീവാണ്. ഹോട്ടൽ സെക്ടർ, അതൊരു ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ, ടൂറിസം, അതുപോലെ തന്നെ ഓൺലൈൻ ഫുഡ് കൊടുക്കുന്ന ആപ്പുകൾ, റെയിൽവേ സ്റ്റേഷനിൽ, ഇവൻ നമ്മുടെ എന്താ പറയുക IRCTC പോലുള്ള സംഭവങ്ങൾ, ഇവർക്കൊന്നും ഫുഡ് കിട്ടില്ല. സ്വിഗ്ഗി, സൊമാറ്റോ ഇതൊക്കെ എല്ലാം അവരുടെ വർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കൂടാതെ ജെഫ്രീസിൻ്റെ ഭാഗത്തു നിന്നും ഈ ക്രൂഡ് ഇത്രത്തോളം കയറിയിട്ടും ഓഹരി വിപണിയിൽ വലിയൊരു ക്രാഷ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പോസിറ്റീവ് പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് എന്താ പറയുക നോട്ട് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. കാരണം ക്രൂഡ് ഇത്രത്തോളം പൊട്ടിയിട്ടും മാർക്കറ്റ് അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ളൊരു ഡിപ്പ് കാണിച്ചിട്ടില്ല എന്നുള്ളൊരു ഇതാണ് ഉള്ളത്. പിന്നെ നമ്മളെപ്പോഴും പറഞ്ഞ മാതിരി ഓവർനൈറ്റ് പൊസിഷൻസ്, അതാണ് ആക്ച്വലി ഈ ഫ്രൈഡേകൾ വലിയ ഇഷ്യൂ വരിക. കാരണം ശനി ഞായറും മുടക്കായതുകൊണ്ട് തന്നെ കുറേ ആളുകൾ കയ്യിലുള്ള പൊസിഷൻസ് എല്ലാം സെല്ല് ചെയ്യും. ഇൻട്രാഡേ സ്റ്റോക്സും അതുമാതിരി തന്നെ ഷോർട്ട് ടൈംസും എല്ലാം വെള്ളിയാഴ്ച പല സമയത്തായിട്ട് വിറ്റ് കളയുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു പാനിക് സെല്ലിങ് വരാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ നന്നായിട്ട് വാച്ച് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കുക. 2024-25 മാർക്കറ്റിൽ പുതിയ വന്ന ആളുകൾക്ക് വലിയൊരു നെഗറ്റീവ് തന്നെയാണ് ഇപ്പോൾ. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ആണെന്ന് മാത്രം, വലിയ